2025 ജൂലൈ 2 പ്രധാന ആനുകാലിക സംഭവങ്ങളാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയത് ആരാണ്? നവാസുദ്ദീൻ സിദ്ദിഖി, ഷർമിള ടാഗോർ എന്നിവർക്കാണ്. 2025ഓടെ കേരളത്തിലെ ഏത് ഹിൽ സ്റ്റേഷനെയാണ് ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്? മൂന്നാറിനെയാണ്. ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് മേയർ പ്രൈമറിയിൽ വൈറ്റൻ ആൻഡ്രൂ ക്രൂമോയ്ക്കെതിരെ ആരാണ് വിജയിച്ചത്? സൊഹ്റാൻ മംദാനി. 2025 ജൂലൈ 1 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത പ്രോജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റിലെ രണ്ടാമത്തെ കപ്പലിൻ്റെ പേരെന്താണ്? INS ഉദയഗിരി. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത്. MDL ആണ് ഇത് നിർമ്മിച്ചത്. INS ഉദയഗിരി. ഹിപ്നോസിസും മാനസികാരോഗ്യവും പ്രചരിപ്പിക്കുന്നതിൽ പ്രശസ്തനായ ഏത് മോട്ടിവേഷണൽ വിദഗ്ധനാണ് അടുത്തിടെ ഹൈദരാബാദിൽ അന്തരിച്ചത്? ഡോക്ടർ BV പട്ടാഭിറാമാണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി 2025? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളും ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പ് ഏതാണ്? റെയിൽ വൺ ആപ്പാണ്. ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ 10 ലക്ഷം ഫുട്ബോളുകൾ വിതരണം ചെയ്യുന്നത് ഏത് പദ്ധതി പ്രകാരമാണ്? ഫുട്ബോൾ ഫോർ സ്കൂളുകൾ F4S. 2025 ജൂലൈ 1 ഇന്ത്യയിൽ എവിടെയാണ് ആദ്യ ആസിയാൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് നടന്നത്? ചെന്നൈയിലാണ്. 2025 ജൂലൈയിൽ UN സുരക്ഷാ കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്.